Hello all, welcome to PEPP Learning, and this is a syllabus analysis of Category 3 English KTET examination. Kerala Teacher Eligibility Test Category 3 English subject പ്രധാനപ്പെട്ട സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ എക്സാം പ്രിപ്പറേഷൻസിൻ്റെ മുൻപായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ ആൻഡ് ദ സിലബസ് and which are the topics and areas included in the syllabus that we should know. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലായാലും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സിലബസ് ആണ്. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിലെ ടോട്ടൽ കാറ്റഗറി 3ക്ക് വരുന്ന മാർക്ക് 150 മാർക്സ് ആണ്. ഈ 150 മാർക്സിൽ 40 ക്വസ്റ്റ്യൻസ് ആൻഡ് 40 മാർക്സ് ഫോർ സൈക്കോളജി ആൻഡ് ദ 30 മാർക്സ് 30 മാർക്സ് ഇംഗ്ലീഷ് അല്ലെ, കോമൺ ഇംഗ്ലീഷ് ഓർ ദ മലയാളം ഓപ്ഷണൽ ലാംഗ്വേജ്. ബാക്കി വരുന്ന 80 മാർക്കാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് കാറ്റഗറി 3 മെയിൻ ഇംഗ്ലീഷിലേക്ക് വരുന്നത്. ആ 80 മാർക്കിൽ തന്നെ ഡിവിഷൻസ് നമുക്ക് വരുന്നുണ്ട്. 30 മാർക്ക് ഇംഗ്ലീഷ് പെഡഗോജി ഓർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ബാക്കി വരുന്ന 50 മാർക്കാണ് ലിറ്ററേച്ചർ, ഗ്രാമർ, ഫെനറ്റിക്സ്, ക്രിറ്റിസിസം എന്ന് പറഞ്ഞ കുറച്ച് മേഖലകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ സിലബസിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം 80 ക്വസ്റ്റ്യൻസ് ആണ്. 80 മാർക്സ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1 മാർക്കാണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇതിൽ ഫസ്റ്റ് 2 ഏരിയ ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ ഈസ് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് 30 മാർക്സ് ആൻഡ് കോണ്ടന്റ്, കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് 50 മാർക്സ് ആണ് അതിന് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ലാംഗ്വേജിൻ്റെ കേസിൽ എന്തൊക്കെയാണെന്നുള്ളത്. ലാംഗ്വേജിൽ മെയിനായിട്ട് മീൻസ് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെ ജസ്റ്റ് അനലൈസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് വരുന്നത് ലേണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ആണ്. ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. ഇപ്പോൾ ഒരു ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ മലയാളം നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ കേൾവിയുള്ള ഒരു ഭാഷ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് അക്വയർ ചെയ്യാണ്. പക്ഷേ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ചെടുക്കുക തന്നെ വേണം. ഇപ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിയോ അറബിക്കോ ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ലേൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ആണ് ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത്. രണ്ടാമത്തെ വരുന്നത് പ്രിൻസിപ്പൽസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. ഈ ലാംഗ്വേജ് ടീച്ചിങ് ഇപ്പോൾ എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിലുള്ള ഇപ്പോൾ പെഡഗോജി എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്, ഹൗ ടു ടീച്ച് എന്നാണ് ആ പെഡഗോജിയുടെ മീനിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ടീച്ചിങ്ങിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽസ് എന്തൊക്കെയാണ് എന്നതാണ് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ്. ഇപ്പോൾ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് ദ തേർഡ് ടോപ്പിക്. ആൻഡ് ഫോർത്ത് വൺ പ്രോസസ് അപ്രോച്ച്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, ലേണർ ഓട്ടോണമി. ഒരു ലേണർ സെൻറ്റേർഡ് ക്ലാസ് റൂം എങ്ങനെ ആയിരിക്കണം, ഇപ്പോൾ സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് ക്ലാസ് റൂം, അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ആൻഡ് ടീച്ചിങ് പ്രോസ്, ഇപ്പോൾ എസ്പെഷ്യലി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ ഹൗ ടു ടീച്ച് പ്രോസ്, പോയട്രി, ഡ്രാമ ആൻഡ് അതർ ഡിസ്കോഴ്സസ്, ഈ പറഞ്ഞ മേഖലയിലൊക്കെ എങ്ങനെയാണ് ടീച്ചിങ് നടത്തേണ്ടത്. ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ, സെക്കൻഡ് പ്രിൻസിപ്പൽസ് ആൻഡ് തേർഡ് ആക്ടിവിറ്റി ഫോർ പ്രോസസ്. ദിസ് ഇസ് ദ ഫിഫ്ത്ത് വൺ. ഫിഫ്ത്ത് വണ്ണിൽ പറഞ്ഞ ടീച്ചിങ് പ്രോസ്, പോയട്രി ആൻഡ് അതർ ലാംഗ്വേജ് ഡിസ്കോഴ്സസ്. ആൻഡ് സിക്സ്ത് വൺ പറയുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. ടീച്ചിങ് ഇംഗ്ലീഷിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്. ആൻഡ് നെക്സ്റ്റ് സെവൻത്ത് വൺ അഡ്രസ്സിങ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്, എഴുതാനും വായിക്കാനുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഏരിയ ആണ് അഡ്രസ്സിങ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഡീൽ വിത്ത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. ആൻഡ് സം സ്റ്റുഡൻസ് ആൻഡ് സം ചിൽഡ്രൻ ഫേസ് ദിസ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ആൻഡ് സം സ്റ്റുഡൻസ് ഫേസ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഓൾ ദീസ് ആർ ദ പോയിന്റ്സ് ആൻഡ് ടോപ്പിക്സ് കംസ് അണ്ടർ ദിസ് കാറ്റഗറി. And next one, objectives of teaching English. ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചിങ്ങിൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പൽസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്,
ഇതിൽ ഈ ഒരു കാറ്റഗറി വരുന്നത് കോണ്ടന്റ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് ആണ്. അപ്പോൾ പെഡഗോജിയിൽ വരുന്നത് മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്സ് ആണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്സ് ആണ് പെഡഗോജിയിൽ വരുന്നതെങ്കിൽ പോലും പെഡഗോജിയുടെ കൂടെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഏരിയ ആണ് വരുന്നത്. 50 മാർക്സിൻ്റെ ഏരിയയിലെ കോണ്ടന്റ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് എന്ന് വരുന്ന കാറ്റഗറിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിലെ കുറച്ച് ഏരിയ വരുന്നുണ്ട്. ഈ ELTയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പെഡഗോജിയും മിക്സ് ചെയ്തിട്ടാണ് 30 മാർക്സ് വരാറുള്ളത്. അപ്പോൾ സിലബസിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് മിക്സ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നമ്മളെപ്പോഴും പഠിപ്പിക്കുന്ന സമയത്ത് തിയറി ബേസ് പഠിപ്പിക്കുന്നുണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ട്രെൻഡ് ആൻഡ് pattern and the way of asking questions also we will discuss. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് മിക്സ് ചെയ്തിട്ടാണ് പെഡഗോജിയിൽ വരാറുള്ളത്. അതാണ് ഈ ഒരു ഏരിയ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. ആൻഡ് സെക്കൻഡ് വൺ പ്രിൻസിപ്പൽസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സെയിം ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് വരുന്നുണ്ട്, SOS അപ്രോച്ച് വരുന്നുണ്ട്, ബൈലിംഗൽ മെത്തേഡ്സ് വരുന്നുണ്ട്, ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസ് വരുന്നുണ്ട്, ലേണർ അസസ്മെൻറ്റ് വരുന്നുണ്ട്, ആൻഡ് CCE വരുന്നുണ്ട്. ദീസ് ആർ ദ ടോപ്പിക്സ് കംസ് അണ്ടർ ദസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. അത് ഈ കോണ്ടന്റ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസിലാണ് അത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ആ 50 മാർക്കിലെ ലിറ്ററേച്ചറാണ് കേട്ടോ. ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് നമുക്ക് നോക്കുമ്പോൾ എസ്പെഷ്യലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെയാണ്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ വരുന്ന ലിറ്ററേച്ചർ അമേരിക്കൻ ലിറ്ററേച്ചറാണ്. അമേരിക്കൻ ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻസ് നമുക്കൊരു 4 or 5 ക്വസ്റ്റ്യൻസ് വി ക്യാൻ എക്സ്പെക്ട് ഇൻ KTET എക്സാമിനേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. അപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് അതിനൊരു ഓർഡർ ഉണ്ട് അല്ലേ, വളരെ കറക്റ്റായിട്ടുള്ളൊരു ഓർഡർ ഉണ്ട്. ഓൾഡിങ് അത് 3ആയിട്ടാണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ്, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ്. ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ 3 ഡിവിഷൻസ് ആണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് വരുന്നത്. അപ്പോൾ ആ ഓൾഡ് ഇംഗ്ലീഷിൽ വരുന്ന ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പീരീഡ്സ് ആണ്, പിന്നെ മിഡിൽ ഇംഗ്ലീഷിൽ വരുന്ന പീരീഡ്സ് ഏതൊക്കെയാണ്, മോഡേൺ ഇംഗ്ലീഷിൽ വരുന്ന പീരീഡ്സ് ഏതൊക്കെയാണ്, അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മളത് പഠിക്കേണ്ടത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു ക്രോണോളജിക്കൽ ഓർഡർ പ്രൊവൈഡ് ചെയ്ത് ഓരോ പീരീഡിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓതേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും തിയറിയോ ക്രിറ്റിസിസം ഉണ്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകാം. അപ്പം നമുക്ക് നോക്കാം. ഏർലി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ആണ് വരുന്നത്. ഏർലി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, ആംഗ്ലോ സാക്സൺ പീരീഡ്. അതിനുശേഷം മിഡിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. മിഡിൽ ഇംഗ്ലീഷ് ടൈമിലാണ് ജെഫ്രി ചോസറും അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ് ആയിട്ടുള്ള വില്യം ലാംഗ്ലൻഡ്, ജോൺ ഗവർ ആൻഡ് ജോൺ വിക്ലേവ്, അങ്ങനെ കുറച്ച് പേര് നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് പോകണം. പിന്നീട് ലേറ്റർ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരുന്നുണ്ട്. അതോടുകൂടി മിഡിൽ ഇംഗ്ലീഷ് അവിടെ എൻഡ് ചെയ്യുന്നു. പിന്നീട് വരുന്ന റിനൈസൻസ് പീരീഡാണ്. എലിസബത്ത് രാജ്ഞി ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ കയറി, ക്വീൻ എലിസബത്ത്, അവരുടെ കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാന കാലഘട്ടം വരുന്നത്. അപ്പോൾ റിനൈസൻസ് പീരീഡും എലിസബത്തിൻ പീരീഡും ആ സമയത്ത് വില്യം ഷേക്സ്പിയർ, സ്പെൻസർ പോലത്തുള്ള റൈറ്റേഴ്സ്, അതുപോലെ ഡ്രാമ പ്രീവിയസ് ടു ഷേക്സ്പിയറിൻ്റെ മുൻപുള്ള കുറച്ച് ഡ്രമാറ്റിസ്റ്റിൻ്റെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയും. അതുപോലെ ഷേക്സ്പിയറിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഷേക്സ്പിയറിന് ശേഷം വരുന്ന പോസ്റ്റ് ഡ്രമാറ്റിസ്റ്റിനെ കുറിച്ച്, പോസ്റ്റ് ഷേക്സ്പിയർ ഡ്രമാറ്റിസ്റ്റും അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം വരുന്നത് പോയട്രി ഫ്രം സ്പെൻസർ ടു റെസ്റ്റോറേഷന്. പിന്നീട് വരുന്ന റെസ്റ്റോറേഷൻ പീരീഡ്, ഇംഗ്ലണ്ടിലെ റെസ്റ്റോറേഷൻ പീരീഡും, റെസ്റ്റോറേഷൻ പോയട്രി, റെസ്റ്റോറേഷൻ ഡ്രാമ, റെസ്റ്റോറേഷൻ പ്രോസ്, പിന്നീട് അഗസ്റ്റിൻ നോവൽ. ഇപ്പോൾ ന്യൂ ക്ലാസിക്കൽ പീരീഡ് വരുന്നുണ്ട്, അഗസ്റ്റിൻ പീരീഡ് വരുന്നുണ്ട്, ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ് പോലെ, ജോനാഥൻ സ്വിഫ്റ്റ് പോലത്തുള്ള റൈറ്റേഴ്സൊക്കെ വരുന്ന ഒരു കാലഘട്ടം. പിന്നീട് ആ സമയത്ത് പ്രോസിൻ്റെ ഒരു ഫ്ലറിഷിംഗ് ഉണ്ട്, അത് അവിടെ മെൻഷൻ ചെയ്യണം. റൈറ്റേഴ്സ് ഓഫ് 18th century. പിന്നെ നമുക്ക് വരുന്ന റൊമാൻറ്റിക് പീരീഡാണ്. Romantic period and early 19th century poets, novel in the later 18th century and early 19th century, Victorian poetry. ഇപ്പോൾ റൊമാൻറ്റിക് പീരീഡ് പറഞ്ഞു, അതിനുശേഷം വിക്ടോറിയൻ പീരീഡ് പറയും. പിന്നെ വേൾഡ് വാർ വരുന്ന സ്വാഭാവികമായിട്ടും മോഡേൺ പീരീഡ് ആണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പോസ്റ്റ് മോഡേൺ പീരീഡ് ആണ്. ആൻഡ് 20th century ലിറ്ററേച്ചർ, നോവൽ, ഡ്രാമ, ഓൾ ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ലിറ്ററേച്ചർ പാർട്ട്. അപ്പം ലിറ്ററേച്ചർ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു 30 മാർക്സ് ഒക്കെ അതിൽ വളരെ ഈസി ആയിട്ട്, എത്ര ടഫ് ആണെങ്കിലും
25 ഒരു 30 മാർക്സ് നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയിൽ നമുക്ക് സൈക്കോളജി, പെഡഗോളജി, കോമൺ ഇംഗ്ലീഷിൽ നിന്ന് സ്കോർ ചെയ്തിട്ട് നല്ലൊരു മാർക്ക് അവിടെ നമുക്ക് നേടാൻ സാധിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ മേജർ തീംസ് ഇൻ മോഡേൺ, പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ചോദിക്കുന്നുണ്ട്. പോസ്റ്റ് മോഡേണിസത്തിന് ശേഷം പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറും അവിടെ വരുന്നുണ്ട്. പിന്നെ ക്രിറ്റിസിസത്തിൽ കുറച്ച് ഏരിയ വരുന്നുണ്ട്. സിലബസിൽ മെൻഷൻ ചെയ്തിരുന്നത് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ആൻഡ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ന്യൂ ക്രിറ്റിസിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ആർക്കിടെക്ചറൽ ക്രിറ്റിസിസം ഇതൊന്നും വളരെ ഡീപ്പായിട്ടൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ആരൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊപ്പണൻസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പോൾ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം മാത്രമല്ല, അല്ലാണ്ട് ക്രിറ്റിസിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. പിന്നെ മേജർ ഇന്ത്യൻ റൈറ്റേഴ്സ്, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ചോദിക്കാറുണ്ട്. അത് 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഫിലിം സ്റ്റഡീസ് ആൻഡ് മീഡിയ, ഇതിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. 1-2 ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഫിലിം സ്റ്റഡീസ് ആൻഡ് മീഡിയ സ്റ്റഡീസ്, പിന്നെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, ഈ 3 ഏരിയയും വളരെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എങ്കിൽ പോലും 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നതാണ് വരുന്നത്. ഇനി ബാക്കി വരുന്നത് ഇപ്പം നമ്മുടെ മെയിൻ ഇംഗ്ലീഷിലെ ഇതുവരെ നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ പറയുന്നത് ഫെണിറ്റിക്സ് ആണ്. അപ്പോൾ ഫെണിറ്റിക്സ് പറയുന്നത്, ഫെണിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാബ്, ഫെണിറ്റിക്സ് പറയും, ഫൊണോളജി പറയും, മോർഫോളജി പറയും, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സ്, ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജിലെ കുറച്ച് ടോപ്പിക്സ് കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഗ്രാമർ വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രാമർ നമുക്ക് ഓൾറെഡി കോമൺ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ച ഗ്രാമർ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ കോമൺ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്നുണ്ടാകും. മോഡേൺ ഗ്രാമറും അതിൻ്റെ യൂസേജും മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ടെൻസ്, നമ്മൾ കോമൺ ഇംഗ്ലീഷിൻ്റെ സിലബസ് അനാലിസിസ് ചെയ്ത സമയത്ത് പറഞ്ഞ മെയിൻ ടോപ്പിക്സ് തന്നെ ഇവിടെയും വരുന്നത്. ഇപ്പോൾ ടെൻസ് ആൻഡ് ആസ്പെക്ട്സ്, വേർഡ് ക്ലാസ്സസ്, കോൺകോഡ്, സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ, റിപ്പോർട്ടിംഗ്, പാസിവൈസേഷൻ ആൻഡ് വൊക്കാബുലറി, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ആൻറ്റണിംസ്, സിനോണിംസ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രാമർ പാർട്ടിൽ നിന്ന് മെയിൻ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പോൾ സിലബസ് അനാലിസിസ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒറ്റൊരു നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 80 മാർക്കിലെ 30 മാർക്ക് പെഡഗോജിയാണ്. പെഡഗോജിയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മിക്സ് ചെയ്ത് വരും. ബാക്കി വരുന്ന 50 മാർക്കിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ വരുന്നുണ്ട്. അമേരിക്കൻ ലിറ്ററേച്ചർ നിങ്ങളെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ PYQ നോക്കി അതും കൂടി വെച്ചിട്ടുള്ള ഒരു സിലബസിലൂടെയാണ് നമ്മുടെ ക്ലാസ് കടന്നു പോവുക. എപ്പോഴും കുട്ടികൾക്ക് വളരെയധികം ബെനിഫിറ്റായ രീതിയിലാണ് നമ്മുടെ സിലബസും നമ്മുടെ ക്ലാസ്സും മുന്നോട്ട് പോകുന്നത്. സിലബസ് മെൻഷൻ ചെയ്യാത്ത അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളത് കൊണ്ട് അമേരിക്കൻ ലിറ്ററേച്ചറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ക്രിറ്റിസിസത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും പിന്നെ ഗ്രാമർ, ഫെണറ്റിക്സ് ഇതെല്ലാം കൂടുന്നതാണ് കാറ്റഗറി 3 ഇംഗ്ലീഷ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. Okay, thank you.